മലപ്പുറം നിലമ്പൂരിൻ്റെ മണ്ണിൽ നിന്നും 25 കിലോമീറ്റർ കഴിഞ്ഞ് മുണ്ടേരി എന്ന അതിസുന്ദരമായ പച്ചപ്പിൻ്റെ ഗ്രാമത്തിൽ ഇതാ നിങ്ങൾക്കായി കേരള സർക്കാരിൻ്റെ കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിൻ്റെ വിത്ത് കൃഷിത്തോട്ടം. ഏഷ്യയിലെ ഏറ്റവും വലിയ കൃഷിത്തോട്ടമായ മുണ്ടേരിയയിലെ വിത്ത് കൃഷിത്തോട്ടം 2024 ഡിസംബർ 26 മുതൽ 2025 ജനുവരി 3 വരെ നടക്കുന്ന വിവിധ തരം ഏജൻസികളുടെ പ്രദർശനമേളകൾ. ഇതാ നിങ്ങൾക്കായി കാർഷിക യന്ത്രങ്ങളും സ്റ്റാളുകളും അതുപോലെ തന്നെ പഴയകാല മിഠായികളും അവിടെ ഇരിപ്പുണ്ട്. പഴയകാല രസകരമായ മിഠായികൾ കണ്ട് ഞാൻ എൻ്റെ കണ്ണും തള്ളി ഇങ്ങനെ നടക്കുന്ന സമയത്ത് അപ്പുറത്ത് എന്തോ ഒരു സംഘർഷം പോലെ എനിക്ക് തോന്നി. അങ്ങനെ ചെന്ന് അന്വേഷിച്ചപ്പോഴാണ് ഞാൻ അറിയുന്നത് 20 രൂപയുടെ ഐസ്ക്രീം അവിടെ 40 രൂപയ്ക്കാണ് അവർ വിൽക്കുന്നത്. അതൊന്നും ശ്രദ്ധിക്കാതെ ഞാൻ വീണ്ടും നടന്നു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫുട്ബോൾ പ്രേമികളുള്ളത് നമ്മുടെ മലപ്പുറം തന്നെയാണ്, അതിലൊരു സംശയവുമില്ല. മഡ് ഫുട്ബോൾ നടക്കുന്നതും ഞാൻ അവിടെ കണ്ടു. മലപ്പുറത്തിൻ്റെ സ്വകാര്യ അഹങ്കാരം കൂടിയാണ് ഇപ്പം ഞാൻ ഈ കാണുന്നതും. ചാലിയാറിൻ്റെ താഴ്വരയിലുള്ള കൊച്ചു ഗ്രാമം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. 2024 ജൂലൈ 30 മുണ്ടക്കയം, ചൂരൽമല, അട്ടമല, കൂഞ്ഞോം, പുഞ്ചിരിമറ്റം നമ്മൾ മലയാളികൾ ഒരിക്കലും മറക്കില്ല. ഒന്നിലധികം ഉരുൾപൊട്ടിയ ആ പുലർച്ചയെ ചൂരൽമലയിൽ നിന്നും നിലമ്പൂർ ഭാഗത്തേക്ക് ഒഴുകി വന്ന ബോഡികൾ ഈ താഴ്വരയിൽ കൂടെയാണ്. ഇപ്പോൾ ഈ ചാലിയാറിൻ്റെ സമീപത്തു കൂടെയാണ് ഈ മനോഹരമായ കാഴ്ചകൾ നമ്മൾ ഈ കാണുന്നത്. പലതരം കൃഷി ഇനങ്ങൾ, ഒരുപാട് വിവിധ തരം പച്ചക്കറി തോട്ടങ്ങളാണ് അവിടെ ഉള്ളത്. പച്ചക്കറി ഇനങ്ങൾ കണ്ട് ആസ്വദിച്ചു വരുമ്പോൾ ഇതാ അടുത്തത് പൂന്തോട്ടത്തിൻ്റെ ഇടയിലോട്ട്. അവിടെ ഒരുപാട് പൂന്തോട്ടങ്ങളുണ്ട്. പൂന്തോട്ടം, സെൽഫി കോർണർ, പടം വര, വാഹന സഫാരി, കുതിര സഫാരി, അങ്ങനെ പരിപാടികൾ കണ്ട് ഞാൻ ഇങ്ങനെ ആസ്വദിച്ച് നടക്കുക. ഒരുപാട് നല്ല കാർണിവൽ കാണുന്നതിനിടയിൽ വീണ്ടും ഞാൻ ആ കുതിര സഫാരിയിലോട്ട് ഒന്ന് എത്തി നോക്കി. കുതിര സഫാരിയുടെ ആസ്വാദനം കണ്ട് തിരിഞ്ഞൊന്ന് നോക്കിയപ്പോഴിതാ കാണുന്നു, എന്താ ഈ ബോർഡിൽ എഴുതിയേക്കണത്? കുതിര സഫാരി 100 രൂപ. ഇത് ഇച്ചിരി കടന്ന കൈ ആയിപ്പോയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനും എൻ്റെ കൂട്ടുകാരും പൂന്തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെ നടന്ന് പോകുന്നതിനിടയിൽ അവിടെ ഞാൻ പലതരം വിഭവങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഒരുപാട് ഉള്ളി കൃഷികൾ, തക്കാളി കൃഷികൾ, വെണ്ട കൃഷികൾ, പച്ചമുളക് കൃഷി, കേബേജ്, അങ്ങനെ വേണ്ട പലതരം കൃഷികളാണ് ഞാൻ അവിടെ കണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പേരത്തൈകളും കണ്ടു, മാവിൻ തൈകൾ കണ്ടു, മണി പ്ലാന്റ്, വിവിധ തരം തൈകളാണ് അവിടെ ഞാൻ കണ്ടിരിക്കുന്നത്. ഒരുപാട് തൈകൾ അവിടെ ഉണ്ടായിരുന്നു. ഒരുപാട് ചെടികളും കൂടെ ഉണ്ടായിരുന്നു. കുട്ടികളെ ആകർഷിക്കുന്ന ഒരുപാട് കാഴ്ചകളും കണ്ടു. ഗാനമേളയും കൂടി ഉണ്ടായിരുന്നതാ. അത് ഇപ്പോൾ നിർത്തിവെക്കേണ്ടി വന്നു. കാരണം MT വാസുദേവൻ നായർ, മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് മരിച്ചതിൻ്റെ ദുഃഖാചരണം ആയതുകൊണ്ട് പരിപാടികൾ മാറ്റിവെക്കേണ്ടി വന്നു. എന്നാൽ കൂടി ഞാൻ കാർണിവലൊക്കെ കണ്ട് ആസ്വദിച്ച് ആനന്ദിച്ച് അവിടെയുള്ള ഇടങ്ങളൊക്കെ ഒരുപാട് ആസ്വദിച്ചു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ അവിടെ നിന്ന് കാണാൻ പറ്റി. അപ്പം ഞങ്ങളുടെ കല്ലൂസ് വ്ളോഗ് കാണാൻ ആരും മറക്കല്ലേ. വീഡിയോ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.